വർഷം 1924 മാർച്ച് 30 അഥവാ കൊല്ലവർഷം 1099 മീനം 17. വൈക്കത്ത് തീണ്ടൽ പലകയുടെ 50 വാര അകലെ ഒരാൾക്കൂട്ടം നിൽക്കുന്നു. അവരിൽ കുറച്ചുപേർ മുന്നോട്ട് വന്നു. കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരും. അവർ തീണ്ടൽ പലക ലക്ഷ്യമാക്കി നടന്നു. ആ പലകയ്ക്കപ്പുറം അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് എഴുതിയിരുന്നത്. അവരെ പോലീസ് തടഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഈ സമരമാർഗം 20 മാസം തുടർന്നു. കേരളത്തിന്റെ സാമൂഹിക ക്രമം തന്നെ മാറ്റിമറിച്ച ആ ഇടപെടലിന് 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. 603 ദിവസം നീണ്ടുനിന്ന സഹനത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചരിത്രം. വൈക്കം സത്യഗ്രഹം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അവർണ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നതായിരുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യം. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലുള്ള സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾ തെക്കൻ കേരളത്തിൽ മാറ്റങ്ങൾ തീർക്കുന്ന കാലമായിരുന്നു അത്. 1865 പൊതുനിരത്തുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തിട്ടും വൈക്കം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴിയിൽ അപ്പോഴും ഒരു പറ്റം ജനങ്ങൾക്ക് തീണ്ടാപ്പാടകലെ നിൽക്കാനായിരുന്നു വിധി. ഇതിനെതിരെ സംഘടിതമായ ജനകീയ മുന്നേറ്റം സ്വപ്നം കണ്ടത് ടി.കെ. മാധവനായിരുന്നു. 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ നേരിൽ കണ്ട മാധവൻ പിന്നാക്ക വിഭാഗം നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും പരിഹാര മാർഗത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു. 1924 മാർച്ച് 15 ഗാന്ധിജി സത്യഗ്രഹത്തിന് അനുമതി നൽകി. സമരം തുടർന്നുകൊണ്ടേയിരുന്നു. സമര നേതാക്കളിൽ പലരും അഴിക്കുള്ളിലായി. നിഷ്ഠൂരമായ മർദ്ദനമുറകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ചിറ്റേഴത്ത് ശങ്കുപിള്ള എന്ന ധീരനായ സമരസേനാനി 35-ാം വയസ്സിൽ മരണപ്പെട്ടതും ഗാന്ധിജിയുടെ അനുയായിയായ ആമചാടി തേവർ, രാമൻ ഇളയത് എന്നിവരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി കണ്ണിൽ ചുണ്ണാമ്പ് തേച്ച് അന്ധതയുടെ ലോകത്തേക്ക് തള്ളിവിട്ടതും പോലീസ് മർദ്ദനത്തിന്റെ ചില ഏടുകൾ മാത്രം. അയിത്തജാതിക്കാർക്കായി തുടങ്ങിയ സമരത്തിന് സവർണരും പിന്തുണ നൽകി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്തു നിന്ന് തിരുവനന്തപുരം വരെ നടന്ന സവർണ ജാഥ ഐതിഹാസികമായ ഒരു സംഭവം തന്നെ. സമരത്തിന് വീര്യം പകരാൻ സാക്ഷാൽ ഗാന്ധിജിയും പഞ്ചാബിൽ നിന്ന് അകാലികളും തമിഴ്നാട്ടിൽ നിന്ന് പെരിയോർ E.V. രാമസ്വാമി നായ്ക്കറും വൈക്കത്തെത്തി. തന്റെ സമരവീര്യം കൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ കഠിന തടവിന് വിധിക്കപ്പെട്ട നേതാവും പെരിയോർ ആയിരുന്നു. 1925 ജൂൺ 26 വൈക്കം ക്ഷേത്രത്തിന് മുന്നിലെ കാവൽ മാടവും തീണ്ടൽ പലകകളും പൊളിച്ചുമാറ്റി പോലീസ് പിൻവാങ്ങി. കിഴക്കേ നട ഒഴിച്ചുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കുമായി തുറന്നു. കിഴക്കേ ഗോപുര നടയിലും സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സത്യഗ്രഹം തുടർന്നു. വർഷം 1925 നവംബർ 23 തെക്ക് വടക്ക് പാതകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റോഡ് തുറന്നു. കിഴക്കേ നടയിലും വഴിയൊരുങ്ങി. സത്യഗ്രഹാശ്രമം സെക്രട്ടറി കെ. കേളപ്പൻ സമരം അവസാനിപ്പിക്കുന്നതായി ഗാന്ധിജിയുടെ അനുമതിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. അങ്ങനെ സാമൂഹിക നീതിക്കായി ഒരു ജനത നടത്തിയ സംഘടിത സമരം ലക്ഷ്യം കണ്ടു. വൈക്കത്ത് തുടങ്ങി കേരളത്തിന്റെ പല ഭാഗത്തും മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു ചരിത്ര സംഭവം മാത്രമല്ല വൈക്കം സത്യാഗ്രഹം. നവലോക നിർമ്മിതിക്ക് പാരമ്പര്യത്തിൽ തന്നെ അടിയുറച്ചുപോയ പലതും മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയ ഇതിഹാസം കൂടിയാണ്.